Voice of Marketing, in touch with positive people. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്, അതിൻ്റെ സുവർണ നിയമങ്ങളെ കുറിച്ചിട്ടായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ച് പോന്നുകൊണ്ടിരുന്നത് അല്ലേ? ശരിയല്ലേ? അതിനകത്ത് മൂന്നാമത്തെ ഒരു നിയമത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഡോണ്ട് റിയാക്ട് ഇമോഷണലി. വൈകാരികമായി പ്രതികരിക്കരുത് ഈ ലോകത്ത് ഒരു മനുഷ്യരോടും. എന്താണ് വൈകാരികമായി പ്രതികരിച്ചാലുള്ള പ്രശ്നങ്ങൾ? നമ്മുടെ നിത്യജീവിതത്തിൽ, ഫാമിലിയിൽ, സുഹൃത്തുക്കളോട്, ഓഫീസിൽ ഇമോഷണലി ആയിട്ട് അങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് ഒരു ശീലമാക്കിയവരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒരു പക്ഷേ രോഗത്തിന് അടിമകളായിരിക്കും. പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഭക്ഷണം കിട്ടാതെ അവർ പ്രതികരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ ഒരു മണി മുതൽ അല്ലെങ്കിൽ 1:30 മുതൽ ഒരു 2 മണി വരെയുള്ള സമയത്ത് കസ്റ്റമറെ മീറ്റ് ചെയ്യാറില്ല. കാരണം അയാൾക്ക് ഇരുന്ന് ആ കസ്റ്റമർ ഇരുന്ന് സംസാരിക്കാൻ ചിലപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യവും സമയമായിരിക്കില്ല. അയാൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ആ കസ്റ്റമർക്ക് ഭക്ഷണം കഴിക്കണം, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണത്. പിന്നെ പ്രഷർ ഉള്ള സമയത്താണെങ്കിൽ, ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെയാണ്, ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്, നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ നീഡ്സുകളുണ്ട്. മനുഷ്യൻ്റെ നീഡ്സുകൾ അത് ശരിക്കും അത് ഫീലിങ്ങുകളാണ്, അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ് അയാൾ. ഒരു ഹാപ്പി മൂഡിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ. ഒരു വ്യക്തിയെയും അറിഞ്ഞുകൊണ്ട് ഇമോഷണലി ആയിട്ട് പ്രതികരിക്കരുത്. വ്യക്തിയോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ പ്രയാസമോ ഉണ്ടെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് വിളിച്ച് സംസാരിക്കാം. ഇതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ വളരെയധികം ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യണ്ട. പക്ഷേ ഇമോഷണലി ഉള്ള വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്നും വരാതെ സൂക്ഷിക്കണം. ചിലരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ ഭയങ്കര തീറ്റയാണ്, എന്ത് തീറ്റയാണ്, ഇങ്ങനെ തിന്നല്ലേ, അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയാളെ വ്യക്തിപരമായിട്ട് അയാളുടെ ഹാബിറ്റിനെ അല്ലെങ്കിൽ അയാളുടെ ആ ശൈലിയെ ചോദ്യം ചെയ്യലാണ്. ഇങ്ങനെ വന്ന് കസേരയിൽ ഇരുന്നാൽ പോരാ, കാര്യങ്ങൾ നടക്കണം. ചിലരൊക്കെ ചില ഓഫീസുകളിൽ പറയുന്ന വാക്കുകളാണത്. അപ്പോൾ അതെങ്ങനെ ഏത് ആറ്റിറ്റ്യൂഡിലൂടെ അദ്ദേഹത്തിന് അത് പറയാം, പ്രസന്റ് ചെയ്യാം. ഏത് നിങ്ങളുടെ സീനിയറോ നിങ്ങളുടെ ഓഫീസിൽ എവിടെയൊക്കെ ആണെങ്കിലും അതിനൊക്കെ പറയേണ്ട ഭാഷയ്ക്ക് ഒരു മിതത്വവും മാന്യതയും നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, ഞാൻ ചോദിക്കട്ടെ, ഒരാൾ നിങ്ങളോട് കയർത്ത് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ മോശമായി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ അനുഭവിക്കുന്ന ആ പറഞ്ഞ വ്യക്തിയും അതിൻ്റെ ബാക്കി പത്രമായി അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രയാസം നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൽ ദുഃഖിക്കാതിരിക്കുക, അത് വിട്ടുകളയാൻ പഠിക്കണം. മനസ്സിൽ നിന്നും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കണം. മനസ്സ് വിഷമിപ്പിച്ചാൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിഷമിപ്പിച്ചാൽ അത് വിഷമാണെന്നുള്ള കാര്യം അത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണലി നമ്മൾ കസ്റ്റമർ പ്രതികരിക്കുകയാണെങ്കിൽ, ഒരു ഒബ്ജക്ഷൻ ഹാൻഡിലിങ്ങിൽ ഇമോഷണലി പ്രതികരിക്കുകയാണെങ്കിൽ വളരെ നയപരമായിട്ട് തന്ത്രപരമായിട്ട് സ്മൈലോടെ അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് അത് വിഷമാണ്, അത് വിഷമായിട്ട് തന്നെ വരും. അതുകൊണ്ട് ആ പ്രയാസം ആ സഡൻ മോമെന്റിൽ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് ശുദ്ധതയോടെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധതയോടെ, ശരീരത്തെ ശുദ്ധതയോടെ, ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കണം. വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ ഓട്ടോമാറ്റിക്കായ വളരെ വില കൂടിയ ഒരു വാഷിംഗ് മെഷീനാണ്. അദ്ദേഹം ക്ലോസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഈ വാഷിംഗ് മെഷീൻ എന്തിനു കൊള്ളാം,
ഒരു ക്വാളിറ്റി ഇല്ലാത്ത, എൻ്റെ നൈബർ എൻ്റെ റിലേറ്റീവ് ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് മുഴുവൻ കംപ്ലൈൻ്റ് ആയിരുന്നു, നിങ്ങളുടെ ബ്രാൻഡിന് കൃത്യമായ സർവീസ് ഇല്ല, എന്തിനെ കൊള്ളാം, ഇയാളൊക്കെ ഇത് വിൽക്കാൻ നടക്കണ നേരം കൊണ്ട് വേറെ വല്ല പണി നോക്കാൻ പാടില്ലേ എന്നൊക്കെ ഒരു കസ്റ്റമർ പറഞ്ഞു പോയാൽ, ഈ AC ഒരു തണുപ്പില്ല, ഇത് എന്നിട്ട് ഇനി നിങ്ങൾ പറയുന്ന റൈറ്റിന് ഞാൻ എടുക്കണം അല്ലേ, അതിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്, വേറെ വല്ല പണി നോക്കി പോകും. ഇങ്ങനെയുള്ള ഈ രീതിയിലൊക്കെ കസ്റ്റമർ പ്രതികരിച്ചു എന്ന് വരാം. നമ്മൾ ഏത് രീതിയിൽ പ്രതികരിച്ചാലും നമ്മൾ ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ അവിടെ മനസ്സിൽ ചലഞ്ച് ചെയ്യേണ്ടത്, ഇവനെ കൊണ്ട്, ഈ പറഞ്ഞവനെ കൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് അവൻ്റെ വീട്ടിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ആ ഒരു പ്രതിജ്ഞ മനസ്സിലേക്ക് കയറ്റി വയ്ക്കുകയാണ് നല്ലത്. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഒരു ഷെയ്ക്കാനും കൊടുത്ത് വളരെ ഭംഗിയായി പുഞ്ചിരിച്ചുകൊണ്ട് നടക്കണം തിരിഞ്ഞ്. അതായിരിക്കണം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ പവർ എന്ന് പറയുന്നത്, ഒരു എംപവർ എന്ന് പറയുന്നത്. അതിന് പകരം അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഫീലോടെ വൈകാരികമായിട്ട് നമ്മൾ പ്രയാസത്തോടെ വിഷമിക്കരുത്. വിഷമിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് വിഷമാണ്. അപ്പോൾ തന്നെ നെക്സ്റ്റ് മോമെൻറ്റിൽ തന്നെ അതിനെ എടുത്ത് എറിഞ്ഞ് ദൂരേക്ക് കളയാൻ നമ്മുടെ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഈ പറഞ്ഞത് നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നീ ഇത്തരം മോശമായി എൻ്റെ അടുത്ത് എന്നെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞത്. പക്ഷെ നീ എത്രമാത്രം പ്രയാസപ്പെടുത്താൻ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നാലും പ്രയാസപ്പെടുത്താത്ത ഒരു മനസ്സാണ്, ഒരു ആത്മാവാണ് എനിക്കുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ സാധിക്കണം. എടുത്തെറിയണം ആ ചിന്തകളെ, മനസ്സിനെ റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഒരു ക്ലോസിംഗ് സമയത്ത് കസ്റ്റമർ പല രീതിയിൽ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വരാം, ചീത്ത പറയുന്ന രീതിയിൽ സംസാരിച്ചെന്ന് വരാം. ഇതൊക്കെ സെയിൽസിൽ ഉള്ളതാണെന്നേ. അതിനെ ഓവർകം ചെയ്യുക. നമ്മൾ ഒരു സെയിൽസ് പേഴ്സൺ എപ്പോഴാണ് സക്സസ് ആവുന്നത്? ഈ പറഞ്ഞവനെ കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഒരു സെയിൽസ് പേഴ്സൻ്റെ എംപവർ എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ, നിങ്ങൾക്ക് വളരാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സംയമനത്തോടെ അത് കേട്ടിരിക്കുക. എങ്ങനെ കേട്ടിരിക്കണം? അയാൾ പറഞ്ഞത് ആ വാഷിംഗ് മെഷീനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ആ AC കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് കറുത്ത ബ്ലാക്ക് ഷർട്ടാണ്, എന്തിനു കൊള്ളാം, എന്തിനു കൊള്ളാം നിൻ്റെ ഹെയർ സ്റ്റൈൽ, എന്തിനു കൊള്ളാം നിൻ്റെ ഫേസ്, നീ മെലിഞ്ഞിട്ടവനാണ്, നീ തടിച്ചവനാണ്, ഇറങ്ങിപ്പോടാ എന്നൊന്നും അല്ലല്ലോ പറഞ്ഞ്. ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞത്. ആ പ്രോഡക്റ്റിൻ്റെ ഇൻഎഫിഷ്യൻസിയെക്കുറിച്ചോ അയാളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. അയാൾ വേറൊരു കസ്റ്റമറിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസിനോ, ആ എക്സ്പീരിയൻസ് ശരിയാവാം, തെറ്റാവാം, റോങ് ആകാം, അയാൾ വെറുതെ പറയുന്നതായിരിക്കാം. എന്തു തന്നെയായാലും അത് സംയമനത്തോടെ നമ്മൾ കേട്ട് നിൽക്കുക, കേട്ടിരിക്കുക, അതിനെ സംയമനത്തോടെ ഹാൻഡിൽ ചെയ്യുക, മറുപടി കൊടുക്കുക. ഒരു കാരണവശാലും ആ കസ്റ്റമർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മുടെ ഫേസ് മാറി ഫീലിംഗ്, ഒരു വെറുപ്പ് ഫേസ് ആ കസ്റ്റമറുടെ അടുത്ത് പ്രകടിപ്പിക്കരുത്. അയാൾ പറഞ്ഞത് കൊണ്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടായി എന്ന് നമ്മൾ സ്വയം പ്രയാസപ്പെടരുത്. അതൊക്കെ നമ്മുടെ നെഗറ്റീവായിട്ട് മാറും. അയാളപ്പോൾ അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്, അയാൾ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൽ അവൻ ആകെ തകർന്നു പോയിരിക്കുന്നു, ഇനി ഈ പാവത്തിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഈ തൽക്കാലം ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക്, ഞാൻ ക്വാളിറ്റിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വാക്ക് കൂടുതലായിട്ട് സംസാരിച്ചപ്പോൾ അവൻ തകർന്നു പോയി, അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കസ്റ്റമർ ഇന്ന് ഈ സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രോഡക്റ്റ് നോളജ് കൈക്കലാക്കി, ഗ്യാരണ്ടിയെക്കുറിച്ചിട്ടുള്ള കൃത്യമായ പോളിസികൾ കൈക്കലാക്കി, ഗംഭീരമായി പ്രസൻറ്റേഷൻ നടത്താൻ, ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഇമോഷണൽ ഫീലിംഗ് മാറ്റി വെച്ചിട്ട് പ്രസൻറ്റേഷൻ നടത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് സെയിൽസ് പേഴ്സൻ്റെ സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്. ഏത് കസ്റ്റമറും ഇമോഷണലി പ്രതികരിക്കുമ്പോൾ അത് അയാളുടെ സംസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അയാൾക്ക്, ഞാൻ പറഞ്ഞു, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, സംസ്കാരമുണ്ട്.
അയാൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവിനെ പോലെയാണ്. അയാൾ സെയിൽസ് ക്ലോസിംഗ് ആണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സംസ്കാരം എന്ന് പറയുന്നത് അയാൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് അയാൾക്ക് നോളജിലൂടെ കിട്ടേണ്ട കാര്യങ്ങളാണ് ബുദ്ധി എന്ന് പറയുന്നത്. അറിവ് എന്ന് പറയുന്നത് അയാൾ ഇടപഴകുന്ന ഈ സൊസൈറ്റിയിലൂടെ, പുസ്തകങ്ങളിലൂടെ, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിലൂടെ അയാൾ കരഗതമാക്കേണ്ടതാണ്. പിന്നെ നമ്മളുള്ള മനസ്സാണ്. മനസ്സിലാണ് ഈ ഫീലിങ്ങുകളൊക്കെ ഉള്ളത്. എല്ലാ ഫീലിങ്ങും മനസ്സിനകത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വിവേകത്തോടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അയാളെപ്പോലെ സംസ്കാര ശൂന്യനല്ല. ഞാൻ അയാളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അയാൾക്ക് ഒരു വിവരമോ ബുദ്ധിയോ ഈ പറഞ്ഞ 3 കാര്യങ്ങളില്ലാതെ തോന്നിവാസം പറയുന്ന വ്യക്തിയാണ്. അതിന് എൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല. എൻ്റെ ലക്ഷ്യം ഈ സെയിൽസ് ക്ലോസ് ചെയ്ത്, ഈ ഒബ്ജക്ഷൻ ഈ ഹിൻഡ്രൻസ് ഞാൻ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് ക്ലോസ് ചെയ്ത് വീട്ടിൽ പോകുക. ഇത് സക്സസ് ആയിട്ട് ഞാനിത് ക്ലോസ് ചെയ്ത് എടുത്തു എന്ന് എൻ്റെ ഓഫീസറുടെ അടുത്ത് ഒന്ന് പറയുക, അല്ലെങ്കിൽ എൻ്റെ സീനിയറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള എയിമാണ് എനിക്കുള്ളത്. അതാണ് എൻ്റെ കലിബർ, അതാണ് എൻ്റെ എക്സ്പീരിയൻസ്, അതാണ് എൻ്റെ വിഷൻ. അത് വിഷ്വലൈസ് ചെയ്യാനും അത് സക്സസ്സിലേക്ക് കൊണ്ടു നടക്കാനും നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വികാരപരമായിട്ട് ഒരു കസ്റ്റമറെടുത്തും സംസാരിക്കരുത്. അത് വെറുപ്പിൻ്റെ ഭാഷയായാലും അത് നിങ്ങളുടെ പ്രയാസത്തിൻ്റെ ഭാഷയായാലും അനാവശ്യമായ ഒരു വോയിസിലൂടെ ആയാലും ഭാവത്തിലൂടെ ആയാലും ആ രീതിയിൽ ബിഹേവ് ചെയ്യാതെ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അയാൾ എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും തൊട്ടാവാടിയെ പോലെ വാടിത്തളർന്ന് പോകുന്ന വ്യക്തി ആകരുത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്, ഒരു സെയിൽസ് മാനേജർ, ഒരു മാർക്കറ്റിംഗ് മാനേജർ. അയാളെയാണ് ഒരു ടീം ലീഡർ എന്ന് പറയുന്നത്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.